പ്രിയപ്പെട്ട എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഇന്ന് ഏറ്റവും അധികം യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു മേഖലയാണല്ലോ ഏവിയേഷൻ മേഖല എന്ന് പറയുന്നത്. പ്രവാസികളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണിത്. പക്ഷെ നമ്മുടെ ഈ യാത്രകളിൽ അതീവ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. ഒന്നാമതായി നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട് വിമാനത്താവളങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം, എയർപോർട്ടുകളിൽ പക്ഷി ശല്യം വളരെയധികം ഇന്ന് കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പക്ഷിശല്യം അനുഭവപ്പെടുന്ന ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടാണ്. തിരുവനന്തപുരം എയർപോർട്ടും അതിനുശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലും നമുക്ക് പക്ഷിശല്യം നല്ല രൂക്ഷമായി അനുഭവപ്പെടുന്ന എയർപോർട്ടുകളാണ് ഇന്ത്യയിലെ മറ്റു ചില എയർപോർട്ടുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലും പക്ഷിശല്യമുണ്ട്, പക്ഷേ ഇവിടെ അല്പം കൂടുതലാണ് ട്രിവാൻഡ്രം എയർപോർട്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ ഇടുമ്പോൾ ഇത് കഴിയുന്നത്ര പരമാവധി പ്രവാസി സുഹൃത്തുക്കളുടെ കയ്യിൽ ദയവ് ചെയ്ത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ശ്രമിക്കണം. കാരണം അവരും കൂടി ഇതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കി ഇത് നമ്മുടെ സർക്കാരിൽ ഈ വിവരം നമ്മൾ എത്തിക്കുകയും ബഹുമാനപ്പെട്ട ഏവിയേഷൻ അധികാരികൾ, സർക്കാർ ഇതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യണം. വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് നമ്മൾ പ്രവാസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രവാസികളല്ല വിമാനയാത്രക്കാർ അനുഭവിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ വിമാനത്തിൽ പക്ഷി ഇടിച്ചാൽ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് എൻജിൻ ഇതിൻ്റെ പ്രവർത്തനരഹിതമാവുകയും തീപിടിക്കാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അത് വലിയൊരു വിഷയമാണ്. പിന്നീട് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഇതിൻ്റെ വിമാനത്തിൻ്റെ ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനം തകരാറിലാവുകയും വിമാനം നിയന്ത്രണം വിടാൻ സാധ്യതയുമുണ്ട്. അതും ഒരു ഗുരുതരമായ പ്രശ്നമാണ്. പിന്നെ വിമാനത്തിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം തകരാറിലാവും. അത് മറ്റൊരു വിഷയമാണ്. അതുപോലെ തന്നെ പല വിമാനങ്ങളും നമ്മൾ ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പക്ഷി വന്നിടിച്ച് വിമാനം യന്ത്രത്തകരാറിലാവുകയും അവസാനം ഇത് തിരിച്ച് വിമാനങ്ങൾ എവിടുന്ന് ടേക്ക് ഓഫ് ആയോ അതേ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കേണ്ട ഒരു സാഹചര്യവും, അല്ലെങ്കിൽ തൊട്ടടുത്ത വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടാകുന്നുണ്ട്. പല വിമാനങ്ങളും യന്ത്രത്തകരാറ് ഉണ്ടാകുന്നതിൻ്റെ പേരിൽ ഒരു ദുരന്തം ഒഴിവാക്കേണ്ടതിൻ്റെ അനിവാര്യതയുള്ളതുകൊണ്ട് അത് നമുക്ക് ഈ വിമാനം തിരിച്ചിറക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടാകുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ അടിയന്തര ഒരു ശ്രദ്ധയുണ്ടാവുകയും എയർപോർട്ടുകളിലെ പരിസരത്ത് ഏതാണ്ട് 10 കിലോമീറ്ററിനുള്ളിൽ ഇറച്ചിക്കടകളും അത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ടാകരുത് എന്ന ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ ഇത് കർശനമായും പാലിക്കുകയും നമ്മൾ ഇറച്ചിക്കടകളും അതുപോലെ തന്നെ ഫുഡ് ഉൽപ്പാദന കേന്ദ്രങ്ങളും പരമാവധി ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരത്ത് കഴിയുന്നതും 10 കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർ തങ്ങളുടെ വേസ്റ്റുകൾ ഒരു കാരണവശാലും വലിച്ചെറിഞ്ഞ് ഒരു പക്ഷികൾ കൂടുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പരുന്ത് അതുപോലെ തന്നെ മറ്റ് കാക്കകൾ, പിന്നെ കൊക്ക്, ഇങ്ങനെയുള്ള പക്ഷികളാണ് ഏറ്റവും കൂടുതൽ എയർപോർട്ടിൻ്റെ പരിസരത്ത് ഈ വേസ്റ്റ് കൊത്തിയെടുക്കുവാൻ വേണ്ടി കൂടുതലധികം പറക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതിൻ്റെ അനിവാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യം
സർക്കാരിനുണ്ട്, അതുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അതുമായി അവർ വളരെയധികം ശ്രദ്ധിക്കണം. വലിയ വലിയ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കണം. ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാ പ്രവാസികളുടെയും വിമാനയാത്രക്കാരുടെയും അരികിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും സർക്കാരിലേക്ക് ഇതിന് അടിയന്തര ശ്രദ്ധ ചെലുത്തുവാൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തണമെന്നും മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.